സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില നടപടികളിലേക്ക് പ്രതിപക്ഷ നേതാവ് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല, അതിൽ അതൃപ്തിയുണ്ട് എന്ന് പറഞ്ഞിടത്തും മാത്രം നിൽക്കുകയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ, പ്രത്യേകിച്ച് തുറമുഖ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ. പക്ഷേ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇത്തരം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ രാജ്യത്ത് ഏറ്റവും അധികം ഇക്കാര്യത്തിൽ വളരെ ആധികാരികമായി ശ്രദ്ധിക്കുന്ന സ്ഥാപനം എന്ന നിലയിൽ സെബിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തയച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവ് സെബിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിഴിഞ്ഞത്ത് ഈ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കരാറുണ്ട്, ആ കരാറിൻ്റെ അടിസ്ഥാന കരാറിൻ്റെ ലംഘനമാണ് ഈ ഓഹരി കൈമാറ്റത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. മുൻകൂർ അനുമതി സംസ്ഥാന സർക്കാരിൻ്റേതായി വാങ്ങേണ്ടതുണ്ട്. ഇവിടെ 49% ഓഹരി കൈമാറ്റമാണ് അദാനി MSC കമ്പനിയുമായി നടത്തിയിട്ടുള്ളത്. 26% അതിനു മുകളിലോ വരുന്ന ഓഹരി കൈമാറ്റം ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന ഓഹരി കൈമാറ്റത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുമതി വേണം എന്നുള്ളത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ കരാറിൻ്റെ കരാറുമായി ബന്ധപ്പെട്ട അതിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയുടെ കൃത്യമായ ലംഘനം ഇക്കാര്യത്തിൽ നടന്നിരിക്കുന്നു. പക്ഷേ അതിനെതിരെ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നതേയില്ല. ഒരു വിശദീകരണ കുറിപ്പിറക്കിയതിനപ്പുറം സഭയിൽ തന്നെ യഥാർത്ഥത്തിൽ അറിഞ്ഞില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. തുറമുഖ വകുപ്പിൻ്റെ ഫയലുകൾ നോക്കിയാൽ അടക്കം അത് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രവുമല്ല, ഈ കാര്യങ്ങളാകെ പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്നാൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് സർക്കാർ പറയുമ്പോൾ കാര്യങ്ങളാകെ പരിശോധിച്ചാൽ മനസ്സിലാകുന്നൊരു കാര്യം, എല്ലാം മുൻകൂട്ടി തീരുമാനിച്ച് നിശ്ചയിച്ച പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. അതിൻ്റെ ചില സൂചനകൾ ആ കമ്പനിയിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുമുണ്ട്. അനൗപചാരികമായി കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന തരത്തിൽ പറയുന്നു. അതിനുശേഷം അവർ അനുമതിക്ക് വേണ്ട നടപടികൾ, ഈ അനൗപചാരിക അനുമതി കിട്ടിയതിൻ്റെ തുടർച്ചയിൽ അവർ നടപടികളിലേക്ക് പോവുകയും തുടർന്ന് സർക്കാരിൻ്റെ അനുമതിക്ക് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് അദാനി നീങ്ങുകയും ചെയ്യുക എന്ന ശൈലിയാണ് ഇതിൽ സ്വീകരിച്ചിട്ടുള്ളത്. അത് വിഴിഞ്ഞം കരാറിൻ്റെ കൃത്യമായ ലംഘനമാണ്. സർക്കാർ ഈ ഓഹരി കച്ചവടത്തിന് കൈമാറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ്. അത് ഈ കരാറിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത്, അതിലെ ഓരോ തീരുമാനവും അത് പൊതു താൽപ്പര്യം സംരക്ഷിക്കുന്നതാകണം. കാരണം ഒരു സംസ്ഥാന സർക്കാരിൻ്റെ തുറമുഖമാണിത്. രാജ്യത്ത് ഇങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ ഇത്രയധികം കോടി രൂപ മുടക്കി ഇതുപോലെ ഒരു തുറമുഖവും നിർമ്മിച്ചിട്ടില്ല. 6000-ത്തിനടുത്ത് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിൽ ചെലവഴിച്ചിട്ടുള്ളത്. നേരത്തെ നിശ്ചയിച്ചതിന് മുൻപ് തന്നെ ഒന്നാം ഘട്ടം എടുത്തു. ലക്ഷക്കണക്കിന് അവിടെ ഇടപാടുകൾ നടക്കുന്നു. ചരക്കുകൾ വന്നിറക്കുകയും മറ്റും ചെയ്ത് നമ്മൾ കണ്ടതാണ്. കണ്ടെയ്നറുകൾ വന്നതും അതിൻ്റെ നീക്കുപോക്കുകളും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന കരാറിനെ കഴിയുന്നത്ര പുതുക്കി നേരത്തെ വരുമാനം സാധ്യമാകും വിധത്തിലേക്കുള്ള പൊളിച്ചെഴുത്തലുകൾ കഴിഞ്ഞ സർക്കാർ നടത്തിയിരുന്നു. അതെല്ലാം പൊതു താൽപര്യാർത്ഥം ചെയ്ത കാര്യങ്ങളായിരുന്നു, സ്റ്റേറ്റിന് ഗുണകരമായ കാര്യങ്ങളായിരുന്നു. അതിനെല്ലാം അദാനി വഴങ്ങുകയും അതിനൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഡയറക്ഷൻസിനൊപ്പം നിൽക്കുകയും ചെയ്തു. ആ അദാനിയാണ് ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പൊടുന്നനവേ അദാനിയുടെ ഒരു വിശ്വരൂപം എന്ന് പറയുന്ന തരത്തിലേക്ക് ആ കമ്പനി അവരുടെ ഒരു രീതി പുറത്തെടുക്കുന്നത്. അവർ 49% ഓഹരി ആരോടും ചോദിക്കാതെ, സംസ്ഥാനത്തോട് ചോദിക്കാതെ, സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാതെ കൈമാറുന്നു. അതിലെ അപാകതകൾ ഓരോന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് സെബിക്ക് കത്തയച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സെബിക്കും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും പ്രതിപക്ഷ നേതാവ് കത്തയച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം കരാറിൻ്റെ ലംഘനമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലംഘനമാണ്. ഒന്ന്, പൊതു താൽപ്പര്യം, അത് കരാറിൽ ഉറപ്പിക്കുന്ന ഒന്നാണ്. സ്റ്റേറ്റിൻ്റെ പൊതു താൽപ്പര്യത്തിന് വിധേയപ്പെട്ട നടപടികളും തീരുമാനങ്ങളും ഓഹരി കൈമാറ്റമേ പാടുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത് രാജ്യത്തിൻ്റെ തന്നെ തന്ത്രപ്രധാന സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തന്ത്രപ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അത്തരം അനുമതികളും ക്ലിയറൻസും വേണ്ടതുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് ചെയ്യേണ്ട ഒരു കാര്യത്തിലാണ് ആ രീതികളെല്ലാം അവഗണിച്ചുകൊണ്ട് അദാനി തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോയത്. സംസ്ഥാന സർക്കാരിൻ്റെ വലിയ ഒത്താശ ഇതിന് പിന്നിലുണ്ട്. അങ്ങനെ എല്ലാം ആലോചിച്ച് തയ്യാറാക്കപ്പെട്ടതാണ് ഈ നടപടികൾ ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്നത് ആ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്.